Good afternoon, all. Afternoon, miss. Good afternoon, miss. Okay, class start ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ആക്ടുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജനറൽ ആക്ടുകളാണ്. അതിൽ 3 ആക്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, മിനിമം വേജസ് ആക്ട്, ദെൻ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ഈ 3 പഠിച്ചത്. പഠിച്ചോ? ഇയറുകൾ ഓർമ്മയുണ്ടോ? 3 ആക്ടുകളുടെയും ഇയറുകൾ ഓർമ്മയുണ്ടോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നത് 1947 ആണ്. Then minimum wages act 1948, then provident fund 1952. ഓക്കെ, ഇനി ഇത് 3 എന്താണെന്നൊക്കെ അറിയാലോ, പറയണ്ടല്ലോ. ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേം ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്നു. വ്യവസായിക തർക്കങ്ങളെ പരിഹരിക്കുക, അതുപോലെ തന്നെ എന്താണ് ഒരു വ്യവസായികമായിട്ടുള്ള ഒരു ഐക്യം കൊണ്ടുവരിക. മിനിമം വേജസ് ആക്ടിന്റെ ഇയർ ആണ് പറഞ്ഞിട്ടത്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേജ്, ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വേജ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. മിനിമത്തിൽ അത് കുറയാൻ പാടില്ല. പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത് 1952-ലാണ്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് എംപ്ലോയീസും എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ളത്. ദെൻ നമ്മൾ റിട്ടയർമെന്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു PF നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ കേട്ടിട്ടില്ലേ എല്ലാവരും? ബോണസ് കിട്ടാന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് ഇനി ബോണസ് ലഭിക്കുന്നത്? ബോണസ് കിട്ടുന്നത് എപ്പോഴാണ്? ഓണം ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഇത് വരുമ്പോൾ അല്ലെ, ഓണം ക്രിസ്തുമസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത്. അത് ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫെസ്റ്റിവൽ സീസൺസിൽ വരുമ്പോൾ. ഈ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് നിലവിൽ വന്നത് 1965-ലാണ്. ക്യാൻ ബി അപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് എംപ്ലോയി ഗ്രേറ്റർ ദാൻ 40. ഒരു സ്ഥാപനത്തില് 40-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ബോണസ് ആക്ട് അവിടെ എന്താണ് നമ്മൾ ബോണസ് എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ്. മീൻസ് അതായത് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ വരികയാണെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെയും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റബിൾ വലിയ ലാഭമൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവരെയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. അവർക്ക് ബോണസ് കൊടുക്കേണ്ട ആവശ്യമില്ലാണ്. കാരണം അവർക്ക് അതിനുള്ള സാമ്പത്തിക ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒന്നും സ്റ്റേബിൾ അല്ല, പ്രോഫിറ്റബിൾ അല്ല എങ്കിൽ. അതുപോലെ ചാരിറ്റബിൾ, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ചാരിറ്റബിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. ഇപ്പൊ പള്ളിവക ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ബോണസ് ഒന്നും കൊടുക്കേണ്ടതില്ല. അവര് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഒരു 40 പേരിൽ കൂടുതൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിർബന്ധമായും ഈ ഒരു പേയ്മെന്റ് ഓഫ് ബോണസ് നമ്മൾ നൽകിയിരിക്കണം. ഈ ഒരു 1965-ലെ നിയമപ്രകാരം. ഓക്കെ, അപ്പൊ ഇയർ ഓർത്ത് വെക്കാം. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. ഓക്കെ, നെക്സ്റ്റ് വൺ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972-ലാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നിലവിൽ വരുന്നത്. 1972 ഇയർ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ ഇനി എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്രാറ്റുവിറ്റി ലഭിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രാറ്റുവിറ്റി ആരും കേട്ടിട്ടില്ല? ഓക്കെ, ഗ്രാറ്റുവിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി, എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശ്രീലക്ഷ്മി നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടാവും, പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചാണോ അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ശ്രീലക്ഷ്മി അറിയാമെങ്കിൽ പറയും. ആഫ്റ്റർ 5 years കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ പിന്നെ എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി നമ്മൾ കൊടുക്കുന്നത്? എപ്പോഴാണ് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്? കേട്ടിട്ടുണ്ട്? അറിയില്ല, കുഴപ്പമില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് മാനിക്കണമല്ലോ. ഞാൻ മാത്രം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അല്ലെ, അത് കൂടി ഞാൻ മാനിക്കാം. ഓക്കെ, അപ്പോ ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് ആരും അറിയണവര് ആരെങ്കിലും ഉണ്ടോ? ഇനി പറഞ്ഞാലും ഞങ്ങൾ പറയില്ല, തെറ്റിപ്പോ നിർത്താണോ? നമ്മൾ റിട്ടയർമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിത് നമ്മളുടെ ടെക്സ്റ്റിൽ നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാടൊന്നും നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനൊന്നുമില്ല. അതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. Gratuity is a payable to employees at 15 days pay for every completed year of services at the time of his or her superannuation or death. Superannuation വെച്ച് റിട്ടയർമെന്റ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വ്യക്തി സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിന് ശേഷമോ നമ്മൾ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഗ്രാറ്റുവിറ്റി. ഓരോ കംപ്ലീറ്റഡ് ഇയറിനും 15 ദിവസത്തെ വേതനം എന്ന നിരക്കിൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അതായത് ഒരു വർഷത്തില് 15 ദിവസത്തെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. എംപ്ലോയി ഗ്രേറ്റർ ദാൻ 10, ഒരു സ്ഥാപനത്തില് ഒരു 10ൽ കൂടുതൽ എംപ്ലോയി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം. Can be applied to 5 years service completed workers. ഇനി ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, എംപ്ലോയി 5 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. ആ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയിയുടെ 5 വർഷത്തിലെ സേവനം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു ആക്ട് ലഭ്യമാവുകയുള്ളൂ. അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ഇൻ കേസ് 1 year in case of death. ഇനി ഒരു വർഷം വർക്ക് ചെയ്തു, ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആൾ മരണപ്പെട്ടു എങ്കിലും നമുക്ക് ഈ ഒരു ഗ്രാറ്റുവിറ്റി നമുക്ക് നൽകാം. ഓക്കെ, കാരണം അയാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ 1 year ആയപ്പോഴേക്കും ആൾക്ക് ഡെത്ത് സംഭവിച്ചു. അപ്പോഴും ആ ഒരു കേസിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാറ്റുവിറ്റി നൽകാം. ഓക്കെ, ക്ലിയർ ആണോ? അതിന്റെ കാൽക്കുലേഷൻ ഒന്നും ഞാൻ പറഞ്ഞത് ഒരുപാട് ഇതാക്കുന്നില്ല. കാൽക്കുലേഷൻ ഒന്നും പഠിക്കാനില്ല, മെയിൻ ആയിട്ട് നിങ്ങൾ ഇയറുകൾ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇയറിനാണ് നമുക്ക് ഇവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇത് ഓരോ ആക്ടുകളും എന്താണെന്ന് ഒന്ന് അറിഞ്ഞ് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ. ബോണസ് ആക്ട് വായിക്കാം, ഗ്രാറ്റുവിറ്റി വായിക്കാം കേട്ടോ. വായിക്കുന്നതിനോടൊപ്പം ഇയർ പഠിച്ചു പോണം. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇയർ കൂടി ഒന്ന് നോക്കിയേ കേട്ടോ. ഫസ്റ്റ് തുടങ്ങി നോക്കിക്കോളൂ. ജനറൽ ആക്ടിലെ ഇൻഡസ്ട്രിയിൽ തുടങ്ങി ഗ്രാറ്റുവിറ്റി വരെ നോക്കാം കേട്ടോ. ഇയറുകൾ പഠിക്കണം, വായിക്കുമ്പോ ഇയറുകൾ കൂടി ഒപ്പം പഠിച്ചും കൂടി പോവാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഇയറുകളൊക്കെ നോക്കാട്ടോ. വായിക്കുമ്പോ ഇയറുകളും കൂടി പഠിച്ചു പോണം. ഓക്കെ, നെക്സ്റ്റ് വൺ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് നിലവിൽ വന്നത്. ഇനി എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് ഒരു വ്യക്തിയുടെ ശമ്പളത്തിന്റെ സാലറിയെ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ വേജസ് ആക്ടിൽ നമ്മൾ കാണിച്ചിരിക്കണം. നിയമപ്രകാരം
സാലറിയെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കണം. Then wages must be paid during the first 7 days of month. ഇനി എല്ലാ സ്ഥാപനങ്ങളിലും മന്ത്ലിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് 7 ഡേയ്സിനുള്ളിൽ സാലറി കൊടുത്തിരിക്കണം. അതാണ് ഈ ഒരു വേജസ് ആക്ടിലൂടെ പറയുന്നത് മെയിൻ ആയിട്ട്. അതായത് 1 to 7 ഒന്നാം തീയതി അല്ലെങ്കിൽ 7ാം തീയതിക്കുള്ളിലായിട്ട് ആ ഒരു ഫസ്റ്റ് വീക്കില് സാലറി കൊടുത്തിരിക്കണം നിർബന്ധമായിട്ടും എല്ലാ എംപ്ലോയീസിനും. രണ്ട് കാര്യങ്ങളാണ് എംപ്ലോയീസ് വേജസ് ആക്ടില് പറയുന്നത്. Then next one, Employee State Insurance Act അല്ലെങ്കിൽ ESI എന്ന് പറയും. ESI, okay, Employee State Insurance Act 1948 Employee State Insurance Act നിലവിൽ വന്നത്. Then 1948 വേറെ ഏതെങ്കിലും ആക്ട് ഉണ്ടോ? പഠിച്ചവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. 1948 വേറെ ഏതെങ്കിലും ആക്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു ചില ഇയറുകളിൽ 2-3 ആക്ടുകളൊക്കെ വരും. മിനിമം വേജസ് ആക്ട് വരുന്നത് 1948 തന്നെയാണ്. ഓക്കെ, അപ്പോ ഇയറുകൾ വെച്ച് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാം. ചിലപ്പോ ഒരു ഇയറിൽ തന്നെ 2 ആക്ടുകളൊക്കെ വന്നേക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കണം. അവിടെ പഠിക്കുമ്പോ Employee State Insurance Act, Measure of Social and Health Insurance അല്ലെ, സാമൂഹികമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസുകളാണ് എന്ത് ESI അഥവാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ അതിൽ പറയുന്നത് provides the financial and medical benefits to industrial employees as precaution against sickness, maternity and employment related injury. നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സഹായം, മെഡിക്കൽ ബെനിഫിറ്റ്സുകളാണ് ESI വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ പ്രിക്കോഷൻ എഗെയിൻസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ മെറ്റേണിറ്റി, അതുപോലെ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ് ESIയിലൂടെ ലഭിക്കുന്നത്. ഫ്രീ ചികിത്സയാണ് നമുക്ക് ESI ഉണ്ടെങ്കിൽ നമുക്ക് ISI ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നു. മെറ്റേണിറ്റിക്ക് ആണെങ്കിലും മറ്റ് സിക്നസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചതാണെങ്കിലും നമുക്ക് ESI ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇനി ആ എംപ്ലോയിക്ക് മാത്രമല്ല എംപ്ലോയീസിന്റെ ഡിപെൻഡൻസിനും കൂടി ഇത് ആശ്രിതർക്കും കൂടി ഫാമിലി അവർക്കും കൂടി ഇത് ലഭ്യമായിരിക്കും. ദെൻ ESI ലീവ് ആണ്. ഓക്കെ, ഇപ്പോ ESI മെറ്റേണിറ്റി ലീവ് ആണ്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പൊ മെറ്റേണിറ്റിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് നമുക്ക് സിക്നസിനാണെങ്കിലും എംപ്ലോയ്മെന്റ് ഇപ്പോ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിലും നമുക്ക് ESIയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു അല്ലെ. ദെൻ ESI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് വിഭാഗവും കോൺട്രിബ്യൂട്ട് ഈ ഒരു ESIയിലോട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, PFും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരുടെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് അവിടെ വരുന്നത്. പറയുന്നത് എംപ്ലോയി കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജ് ബില്ല്. ടോട്ടൽ വേജ് ബില്ലിന്റെ 4% ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എംപ്ലോയർ. ഓക്കെ, then ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. അതായത് ചില സാഹചര്യത്തില് ESI ആപ്ലിക്കബിൾ അല്ലാന്ന്. അതായത് ഇപ്പോ ചില കമ്പനികൾ, എല്ലാ കമ്പനികളും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ചില ഓർഗനൈസേഷൻസുകൾ അവരുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അവരുടെ ഡിപെൻഡൻസിനും ഫ്രീ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ESI ആയിട്ടല്ല അല്ലാതെ തന്നെ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. എല്ലാം കമ്പനി ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് അവർ ESI ആപ്ലിക്കബിൾ അല്ലാന്ന്. പിന്നെ ESI കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എംപ്ലോയീസിനാണെങ്കിലും എംപ്ലോയീസിന്റെ ഫാമിലിയുടെ ആണെങ്കിലും കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ നിർവഹിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് ESI ആപ്ലിക്കബിൾ അല്ലാന്ന്, അങ്ങനെ ESI അവർക്ക് നൽകുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങളാണ് ESIയിൽ പഠിക്കാനുള്ളത്. 1948 നിലവിൽ വന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. 4% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ESI ആപ്ലിക്കബിൾ അല്ലാതെ വരുന്നത് കംപ്ലീറ്റ് ഫ്രീ ചിലവുകൾ നമ്മൾ എംപ്ലോയീസിന് കമ്പനി കൊടുക്കുകയാണെങ്കിൽ അവിടെ ESI ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇങ്ങനെ വായിച്ചു നോക്കി. ESI വായിക്കാം, ഇയർ നോക്കണം. 1948 ESIയും ഉണ്ട്, അതുപോലെ എന്താണ് മിനിമം വേജസ് ആക്ടും വരുന്നുണ്ട്.
പഠിക്കുമ്പോൾ അങ്ങനെയും കൂടി ഒന്ന് വായിക്കണം കേട്ടോ. 1948 ESI ഉണ്ട്, അതുപോലെ മിനിമം വേജസ് ആക്ട് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വായിച്ചോ? ഇയറുകൾ ഓർത്ത് വെക്കാട്ടോ. 1948 വരുന്ന 2 ആക്ടുകള്. The next one, Indian Medical Council Act 1933, IMC. IMC എന്നാണ് പറയുന്നത്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ IMC എന്ന്? കേട്ടിട്ടുണ്ടോ IMC? കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. IMC ആക്ട്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. നീ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിലാണോ? ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിൽ പറയുന്നത് നോക്കാം. Lays down the code of ethics for medical practitioners and controls medical education. അതായത് കോഡ് ഓഫ് എത്തിക്സ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനുള്ള കുറച്ച് കോഡ് ഓഫ് എത്തിക്സ് ആണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. അതായത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ പെരുമാറണം എന്നുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ IMC ആക്ട് ആണ്, നിയന്ത്രിക്കുന്നത്. Then state medical council established under the act have same function in their respective state. അതായത് ഈ ഒരു നിയമപ്രകാരം, അതായത് IMC പ്രകാരം സ്ഥാപിതമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലുകളും മറ്റും അതാത് പ്രവർത്തനങ്ങളിൽ അവര് എന്താണ് ഓരോരോ സ്ഥാപനങ്ങളിൽ ഈ ഒരു IMCയുടെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. Then recognition of teaching hospitals are centrally controlled by IMC. ഇതുപോലെ തന്നെ ടീച്ചിങ് ഹോസ്പിറ്റൽസ് ഈ ഒരു IMC ആണ് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ IMCയുടെ കീഴിലാണ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് വരുന്നത്. ടീച്ചിങ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്ന്? ആ ഹോസ്പിറ്റലിൽ തന്നെ അവരിപ്പോ നഴ്സിംഗ് പഠിപ്പിക്കുന്നതും ആ ഒരു ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ടീച്ചിങ് ഹോസ്പിറ്റൽസ് ഉണ്ടാകും. നിങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ അതുപോലെ നഴ്സിംഗ് സ്കൂൾ ഉണ്ടാവും അല്ലെ? അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ അവർ തന്നെ ഇപ്പോ GNM ആണെങ്കിലും BSc നഴ്സിംഗ് അവർ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നു. സെയിം ഹോസ്പിറ്റലിലൊക്കെ തന്നെ ട്രെയിനിങ് സ്കൂൾ പോലെ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലാണെങ്കിൽ അങ്ങനെയുള്ള എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളുടെ ലൊക്കാലിറ്റിയില് ഇപ്പോ ഇവിടെ KM ഉള്ളവരുണ്ടാരെങ്കിലോ, പറവൂരില്ലെങ്കിൽ എറണാകുളം ഉള്ളവര് ഉണ്ടോ? അറിയില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് തന്നെ ലൊക്കാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഹോസ്പിറ്റലും അവരുടെ തന്നെ ടീച്ചിങ് നഴ്സിംഗ് സ്കൂൾസ് ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം IMCയുടെ കൺട്രോളാണ്. IMC ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പറയുന്നത്. Then next one, Indian Nursing Council Act 1947. Indian Nursing Council Act 1947. 1947 വേറെ ഏതെങ്കിലും ആക്ട് ഉണ്ടോ? പ്രത്യേകത ഉണ്ടോ? നമ്മൾ പഠിച്ചതാണേ 1947. ഏത് ആക്ട് ആയിരുന്നു 1947? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ? നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പഠിച്ചു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അപ്പൊ ഒരു ആക്ട് കൂടി ആയിട്ടോ 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ഓക്കെ, ഇനി എന്താണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പറയുന്നത്? Formulate educational standards and requirements for registration of nurses. അതായത് എന്താണ് ഫോർമുലേറ്റ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്, നഴ്സുമാരുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു നിയമപ്രകാരമാണ്
ഒരു ഒരു നഴ്സിന് രജിസ്ട്രേഷൻ ആക്കുന്നതിന്. രജിസ്ട്രേഡ് നഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? RN പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ രജിസ്ട്രേഡ് നഴ്സിന് വേണ്ടുന്ന സ്റ്റാൻഡേർഡ്സുകളും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പ്രകാരമാണ്. 1947 ആണ്. 1947 പറയുന്ന മറ്റൊരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആക്ട് കൂടി പറയാം. ദ ഫാർമസി ആക്ട് 1948. 1948 വേറെ രണ്ട് ആക്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പെട്ടെന്ന് പറഞ്ഞേ. 1948 വീണ്ടും ഇതാ ഒരു ആക്ട് കൂടി വന്നിരിക്കുന്നു. അപ്പോ 1948 മിനിമം വേജസ്, ദെൻ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI, ദെൻ അടുത്തൊരു ആക്ട് ആണ് ഫാർമസി ആക്ട്. ഓക്കെ, 3 ആക്ടുകളായിട്ടോ 1948 മിനിമം വേജസ്, ESI, ദെൻ ഫാർമസി. ഓക്കെ, നമുക്ക് ഈ ആക്ടുകൾ കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ടൈം ലൈനിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഒന്ന് എഴുതി വെക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം അപ്പൊ നിങ്ങൾ ആ ഓർഡർ അനുസരിച്ചിട്ട് ഒന്ന് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ദെൻ ഫാർമസി ആക്ട് 1948. ഇനി ഫാർമസി ആക്ടിൽ പറയുന്നത് നോക്കാം. deals with the establishment of pharmacies and drugstore and profession of pharmacist. ഈ ഫാർമസി ആക്ട് ഡീൽ ചെയ്തിരിക്കുന്നത് ഫാർമസീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ഫാർമസികൾ സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോർസ്. ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ സ്റ്റോർസുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ ഫാർമസിസ്റ്റിന്റെ പ്രൊഫഷൻസും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. A hospital has to attain a drug license if it sells drugs across the counter. നമ്മൾ ഹോസ്പിറ്റലിലെ കൗണ്ടർ ചെയ്യുന്ന, നമ്മള് ഫാർമസിയിലെ കൗണ്ടർ ചെയ്യുന്ന നമ്മള് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കും. പക്ഷെ ആ ഒരു ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലില് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡ്രഗ്സ് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഹോസ്പിറ്റലിലെ ഒരു ഫാർമസി ആക്ട് പ്രകാരം ലൈസൻസ് ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഡ്രഗ്സ് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then only registered pharmacist can distribute drugs. അതുപോലെ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന് മാത്രമേ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകാറുണ്ട് അല്ലെ? ഒത്തിരി മെഡിക്കൽ ഷോപ്സുകളുണ്ട്. നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തനിയെ മെഡിക്കൽ ഷോപ്പ് ഇടാനായിട്ട് സാധിക്കുമോ? ഇപ്പൊ നമ്മള് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ഇതില്ലാത്ത ആളുകളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും? അത് മറ്റൊരു ഷോപ്പ് ഇടുന്നത് പോലെയാണോ? ഫാർമസിസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം. അവരുടെ പേരിലുള്ള ലൈസൻസിൽ മാത്രമേ നമുക്ക് മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതാണ് നിയമം പറയുന്നത്. ഓക്കെ, ഒരു ആക്ട് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കത് വായിക്കാം. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അല്ലെ, നമുക്കറിയാം ജനന, മരണം, അതുപോലെ വിവാഹങ്ങളും ഇതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതെല്ലാം ഒരു ആക്ടിന്റെ കീഴിലാണ്. അപ്പൊ അത് ഇയർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നോക്കാം. Formulate the responsibilities of hospitals concerning informing birth and death in hospitals. ഹോസ്പിറ്റലിന്റെ ചുമതല, റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ജനനം, മരണം രജിസ്റ്റർ ചെയ്യുക എന്നത്. ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. They should be notified immediately to the local municipal authority and the registrar office. ഇനി നമ്മുടെ ഒരു ജനനം സംഭവിച്ചാലും മരണം സംഭവിക്കുകയാണെങ്കിലും അത് മുനിസിപ്പാലിറ്റി അതോറിറ്റിനെ ഉടൻ തന്നെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസിലേക്കോ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാറില്ലേ? ഇപ്പൊ നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ വില്ലേജ് ആണോ ഏതാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാരേജ് കഴിഞ്ഞതിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അത് എത്ര 1 മന്തിനുള്ളിലൊക്കെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെയാണ് ജനനം മരണം സംഭവിക്കുമ്പോഴും മുനിസിപ്പാലിറ്റി ആയിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പൊ അതിന് ഇയർ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ?
രക്ഷപ്പെട്ടു എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കറിയാം അല്ലെ. ഒരെണ്ണത്തിനെങ്കിലും ഇയർ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ശ്രീലക്ഷ്മി ചിന്തിച്ചു. ശ്രീലക്ഷ്മി മാത്രമല്ല കേട്ടോ, കുറച്ചു പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലെ. രക്ഷപ്പെട്ടു, ഇതിന് ഇയർ കൊടുത്തിട്ടില്ല അല്ലെ, ഒരെണ്ണം പഠിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഓക്കെ, അതിന് ഇയർ ഒന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇയർ പറഞ്ഞിട്ടില്ല, എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നോക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഇവിടെ തുടങ്ങിയാണ് നമുക്ക് ഇനി വായിക്കാനുള്ളത്. IMC തുടങ്ങിയല്ലേ? ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഇയറുകൾ പ്രത്യേകം പഠിക്കണേ. ലാസ്റ്റ് നമുക്ക് ഇയറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാമോ? ജനറൽ ആക്ടില്ലേ, ഫസ്റ്റ് തുടങ്ങി ഒന്ന് ഒറ്റയടിക്ക് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇയർ ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങി വായിക്കാൻ പറയുന്നത്. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കണേ. ലാസ്റ്റ് നമ്മള് ബർത്ത് ഡെത്ത് അവിടെ വരെ ഒന്ന് വായിച്ചു വരാം. ഇയർ ഒന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ്. റീഡ് ചെയ്തോ? എന്തൊക്കെ ശ്രീലക്ഷ്മി, ഡൗട്ട് ആണോ? IMC ആണോ? IMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലേസ് ഡൗൺ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ IMC പറയാം. ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കാം. Lays down the code of ethics for medical practitioners and controls medical education. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ് അതിൽ പറയുന്നത്. അതായത് നമ്മൾ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പാലിക്കേണ്ട കുറച്ച് പോളിസി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. Then state medical council establishment under the act have same function in their respective state. അതാത് സ്റ്റേറ്റുകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. Then recognition of teaching hospitals are centrally controlled by IMC. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിംഗ് ഹോസ്പിറ്റൽസുകൾ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ കീഴിൽ തന്നെ നഴ്സിംഗ് സ്കൂൾ ഉണ്ടാവും. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് IMC ആണ് അങ്ങനെയുള്ള നഴ്സിംഗ് സ്കൂളുകളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത്രയുള്ളതിൽ പറയാനായിട്ട് IMC മെഡിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷനെയും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഇപ്പൊ ഡോക്ടേഴ്സും മറ്റുള്ള അവരുടെ എല്ലാവരുടെയും ഒരു സംഘടനയാണ്. അപ്പൊ IMCയുടെ പ്രകാരമാണ് ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ?
ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കുറച്ച് ആക്ടുകളാണ് പഠിച്ചത്. ഇനി ഒരു ആക്ട് അല്ല കേട്ടോ, ഇനി ചെറിയൊരു സെക്ഷൻ ആണ്, ആക്ടുകളല്ല. വീണ്ടും ആക്ടുകൾ വരുന്നുണ്ട്, അതിനിടയിൽ ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട്. അത് ആക്ടുകളല്ല, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മീൻസ് ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ. നോക്കാം കേട്ടോ, വായിക്ക് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ഈ ഒരു സെക്ഷനെ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പം ഇയർ വെച്ച് അങ്ങനെ പഠിച്ചു പോകാനൊക്കെ പറ്റും. ഈ ഒരു സെക്ഷൻ കുറച്ച് മനസ്സിലാകാത്ത ഒരു സെക്ഷൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ എന്താണോ ആ ഒരു എക്സാക്ട് പോയിന്റ് അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണത്. കുഞ്ഞു സെക്ഷൻ ആണ് എങ്കിലും അത് പെട്ടെന്ന് അത് എന്താ പറയാ, നിങ്ങൾക്ക് 1-2 പ്രാവശ്യം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എന്താ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ലോ ഓഫ് ടോർട്സ്. ടോട്ട് എന്താണ് ടോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കാം. The word tort is derived from the Latin word tortus, which means twisted or crooked. അണ്ടർലൈൻ ചെയ്യാം. എക്സാമിന് ഈ ഒരു സെക്ഷനിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമലംഘനം തന്നെയാണ് കേട്ടോ. അതായത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ടോർട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ലാറ്റിൻ വേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഈ ലാറ്റിൻ വേർഡ് ടോർട്ടസിന്റെ മീൻ എന്താണ്. ഈ രണ്ടെണ്ണം എപ്പോഴും പ്രീവിയസിൽ നമ്മൾ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതാണ് അതിലുള്ള മെയിൻ പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് ടോർട്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നുമാണ് ടോർട്ട് എന്നുള്ളൊരു വേർഡ് വന്നത്. ഞാൻ അതിന്റെ മീനിങ് പറയുന്നത് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ്. എന്താ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ക്രൂക്കഡ്, അതായത് ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളച്ചൊടിക്കുക അല്ലെങ്കിൽ വളഞ്ഞ വഴി, അതായത് നിയമലംഘനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നേരായ രീതിയിൽ ചെയ്യേണ്ട കാര്യം വളച്ചൊടിച്ച രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ വളച്ചൊടിക്കുക അല്ലെങ്കിൽ എന്താണ് വളഞ്ഞ വഴി ചിന്തിക്കുക പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആ ഒരു സെക്ഷൻ. ടോർട്ടസ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നുമാണ്. Then twisted or crooked. Then it is defined as, അതും underline ചെയ്യണേ, any wrong, injury or damage is done to the person for which a civil suit can be brought. Underline ചെയ്യാം. Any wrong or injury or damage is done to person for which a civil suit can be brought. അല്ലെ, അതായത് ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള കാര്യം ഒരു വ്യക്തിക്കെതിരെ ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് ഡാമേജ് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുക സംഭവിച്ചാൽ അതിനെതിരെ നമുക്കൊരു സിവിൽ കേസ് ഫയൽ ചെയ്യാമെന്ന്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോർട്ടസ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചിട്ട് നിയമലംഘനം നടത്തുക. ഒരു വ്യക്തിക്കെതിരെ നമ്മൾ റോങ് ആയിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാലോ അല്ലെങ്കിൽ ഇഞ്ചുറി പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുകയോ ചെയ്താൽ അത് നമുക്കൊരു സിവിൽ കേസ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാവുന്ന. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. എക്സാമ്പിൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. ഇത് കൂടുതൽ ഞാൻ എന്താ പറയാ, ഒരുപാട് മാക്സിമം ഷോർട്ട് ആയിട്ടുള്ള എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കാം കേട്ടോ. എക്സാമ്പിൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള നിയമലംഘനം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവർത്തികൾ. ഫസ്റ്റ് വൺ നോക്കാം. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അൺനെസസറി ഓപ്പറേഷൻസ്, അതായത് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു വ്യക്തിക്ക് നേരെയുള്ള റോങ് ആയിട്ടുള്ള കമ്മീഷൻസ് പ്രവർത്തനങ്ങള്. ദെൻ ആക്ട് ഓഫ് ഒമിഷൻ. ആക്ട് ഓഫ് ഒമിഷൻ അതായത് ഒഴിവാക്കൽ, അതായത് ഒരു വ്യക്തിയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോപ്സി വിതൗട്ട് ഒബ്റ്റൈനിങ് കൺസെന്റ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോപ്സി പഠിച്ചിട്ടുണ്ടോ? മോർച്ചറി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാം, അതാണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു വ്യക്തി മരണപ്പെട്ടു, അപ്പൊ മരണപ്പെട്ട ആളുടെ ബൈസ്റ്റാൻഡറിന്റെ അനുവാദം ഇല്ലാതെ, കൺസെന്റ് ഇല്ലാതെ ആ ബോഡി നമ്മൾ ഓട്ടോപ്സി ചെയ്യാം. ഇതൊരു തെറ്റായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ. മരിച്ച ആളോട് അനുവാദം ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് വേണം? മരിച്ച വ്യക്തിയുടെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും, അവരുടെ റിലേറ്റീവ് ഉണ്ടാവും, അവരുടെ കൺസെന്റ് ഇല്ലാതെ ഓട്ടോപ്സി ചെയ്യുക. അതൊരു ലംഘനമാണ്, നിയമലംഘനമാണ്. ആണോ? അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഓട്ടോപ്സി ചെയ്യണമെങ്കിൽ കൺസെന്റ് ആവശ്യമാണ്. കൺസെന്റ് എന്താണെന്ന് അറിയാലോ? എന്താ കൺസെന്റ്?
ഞങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ് അല്ലെ, ഞങ്ങള് അതിന് സമ്മതമാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കും അല്ലെ, അതാണ് കൺസെന്റ്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഇവരുടെ സമ്മതം കൺസെന്റ് ഇല്ലാതെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു നിയമലംഘനമാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ്, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, അശ്രദ്ധ. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് നെഗ്ലിജൻസ്? അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങള്. സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ അബ്ഡോമൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. റീസെന്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്ന ഒരു സംഭവം, ഒരു കേസ്. റീസെന്റ് അല്ല, കുറെ വർഷങ്ങൾക്ക് മുന്നാണ്, പക്ഷെ റീസെന്റ് ആയിട്ട് ഇപ്പോ അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആരും ഓർക്കണില്ല? ഓർക്കുന്നുണ്ടോ? ഒരു കേസ് ഉണ്ട് റീസെന്റ് ആയിട്ടുള്ളത്. റീസെന്റ് അല്ല, കുറെ ഇയേഴ്സ് ബാക്ക് ആണ്, പക്ഷെ അത് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ, എനിക്ക് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ അറിയില്ല കേട്ടോ, എന്താണ് ശസ്ത്രക്രിയക്ക് ശേഷമേ എന്താണ് എനിക്ക് തോന്നുന്നു സിസ്റ്റർ ആണെന്ന് തോന്നുന്നു വയറിനുള്ളിൽ അകപ്പെട്ടിട്ടുള്ള കേസുകൾ. അത് കുറെ വർഷങ്ങൾക്ക് മുന്നാണ്, പക്ഷെ ഇപ്പോഴും ആ ഒരു സ്ത്രീ അതിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? അറിയാം അല്ലെ. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കും അധികം കുറച്ചു നാൾക്ക് മുമ്പ് വരെ നമ്മൾ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടില്ലേ? ന്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിക്കോടാണ്. ഓക്കെ. എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. നീതു കോഴിക്കോടാണോ വീട്? കോഴിക്കോടാണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം. അതുകൊണ്ടാണ് അറിയാത്തത്. ഓക്കെ. അപ്പൊ മെഡിക്കൽ കോളേജിൽ അപ്പൊ അവരുടെ നെഗ്ലിജൻസ് മൂലമാണ്, അശ്രദ്ധ മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. ആണോ? അശ്രദ്ധ മൂലമല്ലേ അങ്ങനെ ഉണ്ടായത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അശ്രദ്ധ മൂലമാണ്. പക്ഷെ അത് നിയമപരമായിട്ടുള്ള ഒരു ലംഘനം തന്നെയാണ്. കാരണം അത് ആ ഒരു വ്യക്തിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അല്ലെ, അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കേട്ടായിരുന്നു നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങള്? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവര് കുറെ വർഷങ്ങളായിട്ട് അതിന്റെ മീൻസ് ഇത് കാരണം, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. സോ അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വന്ന അശ്രദ്ധയാണ് അല്ലെ. അപ്പൊ അതൊരു ടോർട്ട് തന്നെയാണ് അല്ലെ, ഒരു നിയമ ലംഘനം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇല്ലേ? വേണമെങ്കിൽ അല്ല, തീർച്ചയായിട്ടും പറയാം. നിയമലംഘനമാണ്, അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ്. ചിലപ്പോ അവര് മനഃപൂർവ്വമായിരിക്കില്ല, എങ്കിലും അവരുടെ ഒരു എന്താ പറയാ, അവര് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണത് അല്ലേ. അപ്പോ ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ്, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെയുള്ള ഒരു വസ്തുക്കളൊക്കെ നമുക്കിപ്പോ എന്താണ് സ്വാഭാവിക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയാ കോട്ടനോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇതുപോലെ നമ്മൾ എന്താ സർജറി ഒക്കെ ചെയ്യുമ്പോൾ വയറിനുള്ളിൽ തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ. മീൻസ് എന്തെങ്കിലും ഇപ്പൊ നൂലോ അല്ലെങ്കിൽ തുണിത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, തുണികളോ കോട്ടനോ അങ്ങനെയൊക്കെ നമ്മൾ അതാണ് സ്വാബ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ്സ് ഇതുപോലെ സിസേഴ്സ് ഒക്കെ പോലുള്ള ഇൻസ്ട്രുമെന്റ്സും ഇതുപോലെ വയറിനുള്ളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നെഗ്ലിജൻസ് മൂലമാണ്, അശ്രദ്ധ മൂലമാണ്. സോ അതൊരു നിയമ ലംഘനം തന്നെയാണ് അല്ലേ. Then next one, intentional interference, അതായത് മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ. ബ്രാക്കറ്റിൽ നോക്കാം. ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്, മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. Then next one, invasion of right of privacy, നമ്മളുടെ ഒരു സ്വകാര്യതയുടെ ഒരു അവകാശത്തിലോട്ടുള്ള നമ്മളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, ആ ഒരു സ്വകാര്യതയായിട്ടുള്ള കടന്നുകയറ്റം. Then breach of professional secrecy, എന്താണ് പറയുന്നത്? breach of professional secrecy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു സീക്രസി, അതിന്റെ ഒരു ലംഘനം ചെയ്യാണ്. അതായത് ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിലും അവര് അതിനെ തെറ്റായ രീതിയിൽ മെഡിക്കൽ പ്രൊഫഷണൽ ലംഘിക്കുകയാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ എന്ത് പറയാം, നമുക്ക് ഇപ്പൊ ഡോക്ടേഴ്സുകള് നമ്മള് എന്താ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പൈസ, ചില ഡോക്ടേഴ്സുകള് അല്ലെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ അസുഖമുള്ള ആളാണെങ്കിലും ഇല്ലെങ്കിലും ചില അസുഖമാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. അതൊക്കെ അവരുടെ പ്രൊഫഷനെ സംബന്ധിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ലംഘിക്കണല്ലേ? ആണോ? നമ്മള് ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നതും മറ്റും.
കൈക്കൂലിയൊക്കെ വാങ്ങിക്കുക അല്ലെ, ഇപ്പൊ സൈനൊക്കെ കൊടുത്ത് കൈക്കൂലിയൊക്കെ വാങ്ങിക്കുക, അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടേഴ്സിന്റെ പ്രൊഫഷണലിൽ ചേരുന്നതാണോ? ആണോ? ആലോചിച്ച് നോക്കി, ചേരുന്നതാണോ പ്രൊഫഷണലിന്? ഡോക്ടേഴ്സിന്റെ പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണൽ ചേരുന്ന ഒരു കാര്യമാണോ അങ്ങനെ കൈക്കൂലി വാങ്ങിക്കുക, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. Then next one, bantering. അതായത് surgeon going to beyond the limit of patient consent. അതായത് നമ്മൾ രോഗിയുടെ സമ്മതമില്ലാതെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതാണ് ബാറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിന്റെ കൺസെന്റ് കൊടുക്കാതെ തന്നെ ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും സർജറി ഒക്കെ ആണെങ്കിൽ അതിക്കൊപ്പം വേറൊരു സർജറി ചെയ്യാം. അപ്പൊ അത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ കൺസെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഡോക്ടറിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല. സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ, എങ്ങനെയാണോ കൺസെന്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മാത്രം ചെയ്യാനായിട്ട് പാടുള്ളൂ. സർജറി ആണെങ്കിലും മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും കൺസെന്റിൽ എങ്ങനെയാണോ അതുപോലെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എക്സാമ്പിൾ ആണ് പറഞ്ഞത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. ലോ ഓഫ് ടോട്ട്സ് വായിക്കണം. അതിന്റെ എക്സാമ്പിൾ ഒന്ന് വായിച്ചത് മനസ്സിലാക്കി വെക്കാം. ഇത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വേർഡ് ലാറ്റിൻ വേർഡ് നോക്കണം. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഡെഫിനേഷൻ നോക്കാം കേട്ടോ. എനി റോങ് ഇഞ്ചറി ഓർ ഡാമേജ് ഡൺ ടു പേഴ്സൺ, ആ ഒരു ഡെഫിനേഷൻ നോക്കാം. എക്സാമ്പിൾസും ഒന്ന് നോക്കി വെച്ചേക്കൂ, മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. എക്സാമ്പിൾ പരിപാട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ തെറ്റായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് റോങ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്ന്. ഫസ്റ്റ് സ്റ്റെപ്സ് ഉദ്ദേശിച്ചത് ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? ലോ ഓഫ് തോട്ട്സിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? ഓക്കെ. അതായത് ലോ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഈ ടോട്ട് എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്തത് ടോട്ടസ്, ടോട്ടസ് എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ടോട്ട് എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്തത്. വിച്ച് മീൻസ്, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ്, അതായത് വളച്ചൊടിക്കുക അല്ലെങ്കിൽ വളഞ്ഞ വഴി, നിയമലംഘനം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. എനി റോങ് ഇഞ്ചുറി ഓർ ഡാമേജ് ഈസ് ഡൺ ടു ദ പേഴ്സൺ ഫോർ വിച്ച് എ സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. ഒരു വ്യക്തിക്ക് നേരെ വരുന്ന തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടം ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. നമുക്കത് നിയമപ്രകാരം നമുക്ക് ഫയൽ ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. ഇനി അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ വായിച്ചത് റോങ്ഫുൾ കമ്മീഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താണ് ആ ഒരു കേസ് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ത്രീക്ക് സർജറി ചെയ്ത സമയത്താണ് ഇങ്ങനെയുള്ള ഒരു നെഗ്ലിജിയൻസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു അശ്രദ്ധ മൂലമാണ് അബ്ഡോമനില് അവരുടെ വയറിനുള്ളിൽ നഴ്സസ് പോയത്. സോ അവർക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് അല്ലെ, അതൊരു ടോർട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ടാണ് അത് നിയമത്തിന് മുന്നിൽ അവർ പോയില്ലേ, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കോർട്ടിനെ സമീപിക്കാം, നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നത്. കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. മനസ്സിലായോ എന്താണ് ടോർട്ടസ് എന്ന്? നിയമലംഘനപരമായിട്ടുള്ള കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കാം കേട്ടോ.
സീക്രസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യ സ്വഭാവം, സീക്രട്ട് എന്ന് പറയില്ലേ. അതായത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അവർക്ക് അദ്ദേഹത്തിന്റെ സീക്രട്ട്, അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതിന് പുറമെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. മിസ്ലേനിയസ് ടോർട്ട്, ബാക്കി വരുന്ന കോമൺ ആയിട്ടുള്ള നിയമലംഘനപരമായിട്ടുള്ള ടോർട്ടുകൾ എന്തൊക്കെയാണെന്നാണ്. എക്സാമ്പിൾ തന്നെയാണ് ബാക്കി പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് മിസ്ലേനിയസ്. ബാക്കി പല വിധത്തിലുള്ള ടോർട്സുകളാണ് പറയുന്നത്. നോയിസൻസസ്. എന്താ നോയിസൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, അതായത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. മിസ്റെപ്രസെന്റേഷൻസ്, ഡിസിറ്റ്. എന്താ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുക, പറഞ്ഞു വരുത്തുക, വഞ്ചന എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഡിസിറ്റ് എന്ന് വെച്ചാൽ വഞ്ചന എന്നാണല്ലോ. ഡിഫമേഷൻ, സ്ലാൻഡർ ആൻഡ് ലേബൽ. എന്താണ് പറയുന്നത്? ഡിഫമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകീർത്തിപ്പെടുത്തുക, സ്ലാൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുത്തുക, ലൈബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എഴുതി പോസ്റ്റർ പൊട്ടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും എഴുതി ഒരാൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്ററായിട്ട് അങ്ങനെ എഴുതി പൊട്ടിച്ച് മറ്റുള്ളവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. മാലീഷ്യസ് പ്രോസിക്യൂഷൻ. എന്താ മാലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടകരമായിട്ട് ഒരു വ്യക്തിനെ നമ്മൾ എന്താ പറയാ ക്രൂരമായിട്ട് ചിലപ്പോ മർദ്ദിക്കുക, അല്ലെങ്കിൽ എന്താണ് വളരെ അവശ്യ നിലയിലാക്കുക, അങ്ങനെയുള്ള കേസസുകൾ. ഓക്കെ, ഇത് ബാക്കി വരുന്ന ടോപ്പ് ടെസ്റ്റുകളാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള ടോപ്പ് ടെസ്റ്റുകളാണ് 4 കൂടി. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതൊന്നും ഹാർട്ടൊന്നും ചെയ്യേണ്ട, മനസ്സിലാക്കി വെക്കുക കേട്ടോ. 4 ടോപ്സുകൾ കൂടി അതുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ പറഞ്ഞതാണോ മിസ്ലേനിയസ് ടോർട്ടിലെ ലാസ്റ്റ് പോയിന്റ് ആണോ? മാലീഷ്യസ് പ്രോസിക്യൂഷൻ ആണോ? അതാണോ? ഓക്കെ, മാലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കടിച്ചപ്പെടാത്ത കുറച്ച് വാക്കുകളൊക്കെയാണ് അല്ലെ, പക്ഷെ അർത്ഥം സിമ്പിൾ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ക്രൂരമായിട്ട് ഒരു വ്യക്തിയെ നമ്മള് എന്താ പറയാ ഇതുപോലെ ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ നമ്മള് ഉപദ്രവിക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ ഫിലിമിലൊക്കെ കാണുമല്ലോ, ഇപ്പൊ പ്രൊട്ടേഷൻ വെച്ചിട്ട് ആളെ തല്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങള്, ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഏൽപ്പിക്കുക, അങ്ങനെയുള്ളതിനെയാണ് ഈ മാലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാം കുറച്ച് കഴിച്ചു പെട്ടാത്ത വാക്കുകളാണ് അല്ലെ, പക്ഷെ അർത്ഥം സിമ്പിൾ ആണ് കേട്ടോ. പറയുന്നത് ഇത്ര ഇംഗ്ലീഷിലാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ വേണ്ടേ, അതുകൊണ്ടായിരിക്കും കുറച്ച് കടിച്ചപ്പെട്ടാത്ത വാക്കുകളാണ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ഇനി വരുന്നത് വീണ്ടും ആക്ടുകളാണ്. ഇനി ഒരു കുറച്ച് ആക്ടുകളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ഇയറുകൾ പഠിക്കണമെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇയറുകൾ എന്താ പറയാ വായിച്ച് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെയുള്ള കുറച്ച് ആക്ടുകൾ കൂടി പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അടുത്ത ആക്ടുകൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അല്ലെ. കുറച്ച് കടിച്ചാപ്പെട്ടാത്ത വാക്കുകളൊക്കെ കേട്ട് ആകെ അല്ലെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടുകളെ കുറിച്ച് പഠിക്കാം. പഠിക്കുന്നുണ്ടോ എല്ലാവരും? കുറച്ച് പേര് ഇമോജിക്ക് വിടുന്നുണ്ട് അല്ലെ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കുറച്ച് കടിച്ചാപ്പെട്ടാത്ത വാക്കുകളൊക്കെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ട് വെറുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ബോറാക്കണില്ല. ഇനി അടുത്തത് കുറച്ചുകൂടി ആക്ടുകളാണ്. ആക്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ഇയേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടൊന്നും എല്ലാ ആക്ടുകളും ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്ങനെ പോണു പഠനം? പഠിക്കുന്നുണ്ടോ എല്ലാവരും? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണില്ലേ? ഓക്കെ, ആക്ടുകളൊക്കെ പഠിക്കുക. ബുദ്ധിമുട്ടല്ലല്ലോ ഈ ഒരു ചാപ്റ്റർ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? കുറച്ച് ഇയർ പഠിക്കാനുണ്ട്, അത് എന്താ പറയാ പഠിക്കണം, നമ്മള് എഫേർട്ട് എടുക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ഇയറുകൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ക്ലാസ് എങ്ങനെയും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും? ഓക്കെ ആണോ? ക്ലാസ് കംഫർട്ട് ആണോ? ചെറിയ ചാപ്റ്റർ പെട്ടെന്ന് തീർന്നു.
വലിയ ചാപ്റ്റർ അല്ല എങ്കിലും കുഴപ്പമില്ല. ചില ചാപ്റ്റർ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും അല്ലെ. ഞാൻ പറയുന്നത് എനിക്കും ഒരു ഫ്ലോയിൽ പോകും. ചിലപ്പോൾ കേട്ടിരിക്കാനും ചില ചാപ്റ്റർ നല്ല എന്താ പറയാ ഒരു ഫ്ലോയിൽ അങ്ങനെ നിങ്ങൾ കേട്ടിട്ട് പോകാം. എല്ലാ ചാപ്റ്ററും അങ്ങനെയല്ല കേട്ടോ. എങ്കിലും മാക്സിമം ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ എടുക്കാനാണ് പരമാവധി ഞാൻ ശ്രമിക്കുന്നത്. കാരണം ചില ചാപ്റ്റേഴ്സുകൾ ഇച്ചിരി ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോറിംഗ് അല്ല, പഠിക്കാൻ ഇച്ചിരി ഒത്തിരി കൂടുതൽ വരും. എങ്കിലും കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ പറ്റുന്നത് പോലെ പഠിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ചില കാര്യങ്ങളെ നമ്മളുടെ ഒരു ടെൻഡൻസി ആണത്. വലിയ കുറച്ച് പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും. സ്കിപ്പ് ചെയ്യരുത്. ആ സ്കിപ്പ് ചെയ്യേണ്ട ഭാഗം അങ്ങോട്ട് ഒന്ന് ഒരു മാർക്ക് ചെയ്ത് വെക്കുക. അതൊരു 5 പ്രാവശ്യം വായിച്ച് അവിടെ വെച്ചേക്കും. ദെൻ എക്സാമിന് വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എക്സാമിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you. Thank you, ma'am.